തിരുവനന്തപുരത്ത് 15 അടി താഴ്ചയിൽ വീണ യുവാവ് മരിച്ച സംഭവത്തിൽ ആംബുലൻസിൽ മൃതദേഹം വെച്ച് ബന്ധുക്കളുടെ പ്രതിഷേധം. കുറ്റിച്ചൽ കാട്ടാക്കട റോഡാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഉപരോധിക്കുന്നത്. സ്വകാര്യ വ്യക്തി മണ്ണിടിച്ച് മാറ്റിയതാണ് അപകട കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. മണ്ണ് മാറ്റിയതിനു ശേഷം സുരക്ഷാ ഭിത്തി കെട്ടിയിരുന്നില്ല. ഇന്നലെ രാത്രിയാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ യുവാവ് വീടിന് സമീപം 15 അടി താഴ്ചയിലേക്ക് വീണ് മരിച്ചത്. നൗഫലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നൗഫൽ, എന്താവശ്യമുയർത്തിയാണ് നിലവിൽ ഇവർ പ്രതിഷേധിക്കുന്നത്? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? അക്ഷയ്, എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മരണപ്പെട്ട ഷാനവാസിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ ഷാനവാസ് വീട്ടിലേക്ക്, ഹോട്ടൽ തൊഴിലാളിയാണ്, ഹോട്ടൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നമുക്ക് അത് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. 15 അടി താഴ്ചയിലേക്ക് വീട്ടിൽ അവിടെ നിന്ന് മറിയുന്നത്. അതായത് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ പുരയിടത്തിന് സമീപമുള്ള 15 അടിയോളം വരുന്ന താഴ്ചയിലുള്ള വസ്തു മണ്ണ് ഇടിച്ചു മാറ്റുകയും അവിടെ സുരക്ഷാ ഭിത്തി കെട്ടിയിരുന്നില്ല എന്നൊരു പരാതിയും ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊന്നും ഈ പറയുന്ന തൊട്ടടുത്തുള്ള വസ്തുവിന്റെ ഉടമസ്ഥൻ ചെയ്തിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മഴയും കൂടി എത്തിയതോടെ നേരിയ തോതിൽ ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ താഴ്ചയുള്ള പ്രദേശത്ത് മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടിയാണ് ഈ പറയുന്ന ഷാനവാസ് സഞ്ചരിച്ചിരുന്നത്. അതാണ് ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ച് രാത്രിയോട് മടങ്ങിയെത്തുമ്പോൾ ആ മണ്ണിടിഞ്ഞുകൊണ്ട് താഴ്ചയിലേക്ക് പതിക്കുകയും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ഈ പറയുന്ന സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് മരണകാരണം എന്ന കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാരും കുടുംബവും കാട്ടാക്കട, ഈ പറയുന്ന കാട്ടാക്കട കുറ്റിച്ചൽ റോഡ് ഉപരോധിച്ചത്. പൂർണ്ണമായും 1 മണിക്കൂറോളം ഗതാഗത നിരോധനം അല്ലെങ്കിൽ തടസ്സം അവിടെ ഉണ്ടായി. പിന്നീട് കാട്ടാക്കട ഡിവൈഎസ്പിയും കള്ളിക്കാട് പോലീസും സ്ഥലത്തുകയും, അതായത് ഈ 2 പോലീസ് സ്റ്റേഷനെയും അതിർത്തി പ്രദേശത്തു കൂടിയാണ് കാട്ടാക്കട ഡിവൈഎസ്പിയും കള്ളിക്കാട് പോലീസും സ്ഥലത്തെത്തി ഒരു അനന്യ നീക്കത്തിലൂടെയാണ് ഈ സമരം അല്ലെങ്കിൽ ഈ ഉപരോധത്തെ പിന്തിരിപ്പിച്ചത്. എന്തായാലും താൽക്കാലികമായി അവരവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ പറയുന്ന ആൾക്കെതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെയും ആവശ്യം. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഉപരോധം അവസാനിപ്പിച്ച് ഷാനവാസിന്റെ മൃതദേഹവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിയപ്പോഴാണ് നാട്ടുകാർ ഇത്തരത്തിലൊരു ഉപരോധം നടത്തിയത്. എന്തായാലും ഇപ്പോൾ അത് പിൻവാങ്ങിയിട്ടുണ്ട്. അക്ഷയ്, ശരി, നൗഫലാണ് വിശദാംശങ്ങൾ നൽകിയത്.